പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ ചേർത്തിരിക്കുന്നത്. ആദിമകാലം മുതൽ ദൈവമക്കൾ ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിപ്പിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. ഇത് ഇപ്പോഴും നിർവിഘ്നം കൂടാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസിയും തമ്മിൽ പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് തൂലിക ഉപയോഗിച്ച് മാധ്യമങ്ങളിലൂടെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരു സ്വഭാവം നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? 1 കൊരിന്ത്യർ 6:1. മാധ്യമങ്ങളിലൂടെ നമ്മുടെ കാര്യങ്ങൾ എഴുതുന്നത് വഴി അത് അഭക്തന്മാരും വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. അതിനാൽ നാം പറയുന്നതും എഴുതുന്നതും വിശ്വാസികൾക്ക് അനുയോജ്യമായിരിക്കണം. ദൈവനാമം ദുഷിക്കപ്പെടുന്ന പ്രവൃത്തിയിൽ നാം ഏർപ്പെടരുത്. വിശ്വാസികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ തന്നെ തീർക്കണം. ആളുകളെ പരാജയപ്പെടുത്തുവാൻ മാധ്യമങ്ങളുടെ വജ്രായുധം പ്രയോഗിക്കുന്ന ആളുകളെ കാണാം. പക്ഷെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ അത് ഫലിക്കുകയില്ല. അനാവശ്യമായി ഈ വജ്രായുധം പ്രയോഗിക്കുന്നവർ ദൈവം മുമ്പാകെ കുറ്റക്കാരായിരിക്കും. ഇന്ന് നാം മതിലുപണിയോടൊപ്പം സംവാദവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മതിലുപണിയിൽ നിഷ്കളങ്കതയോടെ പലർക്കും ഏർപ്പെടുവാൻ കഴിയുന്നില്ല. ആരോഗ്യപരമായ സംവാദം നല്ലതാണെങ്കിലും അത് പരിധി ലംഘിക്കുമ്പോൾ മനസ്സ് കളങ്കപ്പെടുന്നു. അങ്ങനെ കളങ്കപ്പെടുന്ന മനസ്സുമായി മതിൽ പണിയുവാൻ തുടങ്ങുമ്പോൾ ഭൗതികമായ പലതും കാണുവാൻ കഴിയുമെങ്കിലും ആത്മീക അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ല. അതിനാൽ സംവാദത്തിന് സമ്മർദ്ദം ലഭിക്കുന്നവർ നെഹമ്യാവിന്റെ മാതൃക പിന്തുടരുന്നത് ഉചിതമായിരിക്കും. നെഹമ്യാവ് സംവാദത്തിന് പ്രേരണ വന്നപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടുള്ള എല്ലാ സംവാദങ്ങളും എല്ലാ ചിന്തകളും സാത്താന്റെ ആഗ്രഹമാണ്. അത് സാത്താന്റെ കെണിയാണ്. അതിൽ നാം അകപ്പെട്ടു പോകരുത്. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ക്രിസ്തുവിനെ ബേസ് ചെയ്തുള്ളതാണ് നമ്മുടെ ജീവിതം. ആ ക്രിസ്തുവിന്റെ അനുകാരികളാകിയാൽ ക്രിസ്തുവിന്റെ പത്രങ്ങളായി നാം ജീവിക്കണം. അതിനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പത്രങ്ങളായി പ്രശോഭിക്കുമ്പോൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. അല്ലാത്തവർ ക്രിസ്തുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിപ്പിക്കുന്നു. നാം ഓരോരുത്തരും ദൈവനാമം ദുഷിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗണത്തിൽ ഉൾപ്പെടാതെ സൂക്ഷിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പറയാം, ആ ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതൊന്നും അത് എന്തുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്.